നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. IPL കഴിഞ്ഞ ദിവസം നടന്ന 2 മത്സരങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത്. എനിക്കൊപ്പം MSK, ഒപ്പം ഹാരിസ് നെന്മാറ. നമ്മൾ 3 പേരും ഒരുപോലെ പറഞ്ഞിരുന്നു IPL ഏറ്റവും വിരസമായ മത്സരങ്ങളിൽ ഒന്നായിരിക്കും LSG വേഴ്സസ് KKR എന്നുള്ളത്. പക്ഷേ ഈ IPL ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നാണ് നടന്നത്. 3 പേർക്കും ഒരുപോലെ പിഴച്ചു. അങ്ങനെ MSK ഇപ്പോൾ അതിൽ തന്നെ റിങ്കു സിംഗിൻ്റെ ഒരു റിഡംഷൻ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ഏറ്റവും മോശം ഫോമിൽ നിന്ന് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഫോമിൻ്റെ സൂചനകൾ തന്നു. ഈ മത്സരത്തിൽ, നിർണായക മത്സരത്തിൽ അത് പൂർത്തിയാക്കി. അത് ബാറ്റ് കൊണ്ട് മാത്രമല്ല, ഫീൽഡിലും അത് 5 ക്യാച്ചുകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്, ആ സൂപ്പർ ഓവറിലേതുൾപ്പെടെ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു മത്സരത്തിൻ്റെ ഒരു ചൂടും ചുരുക്കെ? ശരിക്കും മറ്റേ താഴ്വാരം എന്നുള്ള സിനിമയിൽ അവനെന്നെ കൊല്ലാൻ ശ്രമിക്കും, പക്ഷേ ചാവാതിരിക്കാൻ ഞാനും, അതാണ് അതിൻ്റെ ഒരു ടാഗ് ഉള്ളത്. അതേപോലെ ഇതിൻ്റെ ഒരു ഈ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ ജയിക്കാൻ നോക്കും, ജയിക്കാതിരിക്കാൻ ഞങ്ങളും എന്ന രീതിയിൽ മാറ്റാൻ തോന്നുന്നു. അതായത് 2 ടീമിനും ജയിക്കാൻ ഒരു താല്പര്യം ഇല്ലാത്ത പോലെയായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളവും LSGയെ സംബന്ധിച്ചിടത്തോളവും ജയിക്കാമായിരുന്നു. 2 പേർക്കും ജയിക്കാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവസാന ഓവറിൽ റിങ്കു സിംഗ്, നിങ്ങൾ പറഞ്ഞതുപോലെ റിങ്കു സിംഗിൻ്റെ അവസാനത്തെ ആ 4 സിക്സറുകളാണ് ഈ കളി കൊൽക്കത്തയ്ക്കൊരു മാന്യമായൊരു സ്കോറിലേക്ക് എത്തിച്ചത്. പക്ഷേ അപ്പുറത്ത് LSGക്കും ജയിക്കാവുന്ന അവസരങ്ങൾ കൃത്യമായിട്ടുണ്ടായിരുന്നു. അവരുടെ വിക്കറ്റുകൾ പോകുന്നു. ഒരു ഘട്ടത്തിൽ അവർ ആയുഷ് ബദോനിയുള്ള സമയത്ത് പോലും ജയിക്കുന്നൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു. അവസാന ഓവറിലേക്ക് വരുന്ന സമയത്ത് 17 റൺസ് എങ്ങാനാണ് വേണ്ടിയിരുന്നത്. അപ്പം കാർത്തിക് ത്യാഗിയാണ് പന്തെറിയുന്നത്. അവസാന ഓവറാണ്. അദ്ദേഹം ആ സമയത്ത് ക്രീസിലുള്ളത് ഹിമ്മത്തും അതുപോലെ തന്നെ ഷമിയുമാണ്. ആ ഓവറിലും ഷമി അത്ര വലിയ ഹിറ്ററോ കാര്യങ്ങളോ ഒന്നുമല്ല. ഷമി ഒരു വാലറ്റക്കാരൻ എന്ന രീതിയിൽ തന്നെയാണ് നമ്മളൊക്കെ പരിഗണിക്കുന്നത്. വല്ലപ്പോഴും ഉള്ള 6. പക്ഷെ കാർത്തിക് ത്യാഗി എന്നുള്ള ബോളർ ഈ IPL വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അടിവരയിട്ടുകൊണ്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചതാണ്. അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് ബീമർ എറിയാണ്. രണ്ടെണ്ണം. അതായത് അങ്ങനെയുള്ളൊരു സമയത്ത് ബീമർ ഏതാണ്ട് ഒരു നോ ബോൾ എറിയുകയാണ്. ഒന്നെറിയുന്നു, അത് അദ്ദേഹത്തിന് ഹിമത്തിന് കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെയും അടുത്തത് അത് നോ ബോൾ വിളിച്ചതിന് ശേഷം പിന്നെയും അതേപോലെ തന്നെ എറിയുന്നു. അത് ക്യാച്ച് ആവുന്നു. ക്യാച്ച് ആയെങ്കിലും 2 റൺസ് ഓടിയെടുക്കുന്നു. ആ സമയത്ത് റണ്ണിങ്ങനെ കുറഞ്ഞു വരികയാണ്. പിന്നെ ഒരു ഘട്ടത്തിൽ, ലാസ്റ്റ് ഘട്ടത്തിൽ നോക്കുമ്പോൾ അതിനുശേഷം ഹിമത്ത് ഔട്ടാകുന്നു. കാർത്തിക് ത്യാഗി അത്രയും മികച്ച രീതിയിൽ പന്തെറിഞ്ഞു കൊണ്ടിരുന്ന അദ്ദേഹം ആ ഓവറിൽ 2 ബീമറുകൾ എറിയുന്നു എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാന പന്തിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഒരു പന്തിൽ 7 റൺസാണ്. ഷമി അത് കറക്റ്റ് സ്ലോട്ട് തന്നെ വരുന്നു. ഷമി അത് 6 അടിക്കുന്നു. ഷമിയിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ വളരെ രസകരമായ കാര്യം എന്നുള്ളത്, ഷമി അത് 6 അടിച്ചിട്ടും LSG ഉള്ള ആൾക്കാർക്കൊന്നും നിരയുള്ള ആൾക്കാർ സാധാരണ അങ്ങനെ ഒരു അത്ഭുതകരമായൊരു കാര്യം നിർവഹിക്കുമ്പോൾ അവരുടെ കളിക്കാർക്ക് ഓടി വന്ന് ആ കളിക്കാരനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഇവിടെ വലിയ ആവേശമൊന്നുമില്ല. സൂപ്പർ ഓവർ കളിക്കേണ്ടി വരുമല്ലോ. അതായത് അവിടെയുള്ള ആളുകളുടെ ആവേശവും ഏതൊക്കെയോ കാണികളുടെ ആവേശം കാണാം നമുക്ക്. അല്ലാതെ LSG നിലയിൽ ഒരാൾ പോലും ഷമിയെ അങ്ങനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നതോ ഒന്നും കാണുന്നില്ല. ഷമി എന്തോ പാതകം ചെയ്ത പോലെയാണ്. അതായത് ഇനിയും അരമണിക്കൂർ നിൽക്കേണ്ടി വരുമല്ലോ, സൂപ്പർ ഓവർ എറിയേണ്ടി വരുമല്ലോ എന്നുള്ള ആ മൂഡിലാണ് LSG നിലയുള്ളത്. കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം റിങ്കു സിംഗ് ഒറ്റൊരു മനുഷ്യൻ, അടിക്കുന്നിടത്തൊക്കെ റിങ്കു. അതായത് നമ്മുടെ പഴയൊരു പരസ്യം ഉണ്ടായിരുന്നു, ഒരാൾ ബാറ്റ് ചെയ്യുന്നു, ബോൾ ചെയ്യുന്നു, ഫീൽഡ് ചെയ്യുന്നു, എല്ലാം ഒരാൾ തന്നെ നിൽക്കുന്നൊരു പരസ്യം ഉണ്ടായിരുന്നു. അതേപോലെ റിങ്കു 5 ക്യാച്ച് എടുത്തത്? 4-5 ക്യാച്ചുകളാണ് എടുത്തത്. 5 ക്യാച്ചുകൾ പല ഭാഗത്തുനിന്നും. അപ്പുറത്തടിച്ച അവിടെയും റിങ്കു, ഇപ്പുറത്തടിച്ച ഇവിടെയും റിങ്കു. അത് റോമാൻ പവൽ എടുക്കുന്ന ക്യാച്ച് സാധാരണ തൊട്ടടുത്ത പൊസിഷനിൽ ആളുണ്ടാവില്ല. പക്ഷെ ബോൾ പോയപ്പോഴേക്ക് റിങ്കു ഏതെങ്കിലും സാഹചര്യത്തിൽ പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് ഓടി വന്ന് അത് വാങ്ങിക്കുകയാണ്. ശരിക്കും ഈ മത്സരത്തിൽ ജയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ഒറ്റൊരു മനുഷ്യൻ മാത്രമാണ്, റിങ്കു സിംഗ്. വേറെ അജിങ്ക്യ രഹാനെയൊക്കെ പഴയതുപോലെ തന്നെ ആകെക്കൂടി ടെൻഷനായിട്ട് നമ്മളെ ഇന്നലെ ഞാൻ തോറ്റ LSGയിൽ ഒരാളെയും കൂടി നമ്മൾ പറയണം, മോഹ്സിൻ ഖാൻ 5 വിക്കറ്റ് നേടി. ഈ അജിങ്ക്യ രഹാനെ ഒരു സമയത്ത് നമ്മൾ ഇന്നലെ ഋതുരാജ് ഗെയ്ക്വാദിനെ കുറിച്ചിട്ട് നമ്മുടെ മേലെടുത്ത് രാഘവൻ നായർ എന്ന് പറഞ്ഞിരുന്നു. ഇത് ഏതാണ്ട് അജിങ്ക്യ രഹാനെ അതിൻ്റെ അപ്പുറമുള്ള ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ല എന്ന സമയത്ത് റിങ്കു സിംഗ് എന്നുള്ള ഒറ്റ മനുഷ്യൻ മാത്രമാണ് ഇവർക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹം. പിന്നെ സൂപ്പർ ഓവറിലേക്ക് വന്ന സമയത്തും സൂപ്പർ ഓവറിൽ ഇറങ്ങുന്നത് ആരാണ്? നിക്കോളാസ്. ഇതുപോലത്തെ ഒരു കോമഡി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല.
പന്തെറിയുന്നത് സുനിൽ നാരായൺ. അതെന്തായാലും സുനിൽ നാരായൺ തന്നെയായിരിക്കും. ഇതേ സുനിൽ നാരായൺ പിന്നെ സൂപ്പർ ഓവറിൽ മെയ്ഡൻ എറിഞ്ഞൊരു മനുഷ്യനാണ്. അതും നിക്കോളാസ് അന്ന് എറിഞ്ഞത് ഇതേ നിക്കോളാസ് പൂരൻ. 2014 അതായത് 11 കൊല്ലം മുമ്പ് 12 കൊല്ലം മുമ്പ് ഇതേ നിക്കോളാസ് പൂരിനെതിരെ സൂപ്പർ ഓവർ എറിഞ്ഞ് മെയ്ഡൻ ഓവർ എറിഞ്ഞൊരു മനുഷ്യനാണ് സുനിൽ നാരായൺ. ഇത് നിക്കോളാസ് പൂരൻ എന്ന് പറഞ്ഞാൽ ഫോമൗട്ടിൻ്റെ അത്രയും വലിയ രീതിയിലാണ് അദ്ദേഹം കഴിയുന്നത്. ഈ മത്സരത്തിൽ വേണമെങ്കിൽ മാർഷിനും പിന്നെ ഈവൻ എയ്ഡൻ മാർക്കമിനും ഇറങ്ങാമായിരുന്നു. എയ്ഡൻ മാർക്കമിനും സ്ട്രൈക്ക് നേടാമായിരുന്നു. അല്ലെങ്കിൽ ഷമിയത്തിന് ഇറക്കുകയാണെങ്കിൽ ഒരു 2 സിക്സെങ്കിലും അദ്ദേഹം അടിക്കുമായിരുന്നു. അല്ലെങ്കിൽ മറ്റേ പിന്നെ നമ്മുടെ പുതിയ കളിക്കാരുണ്ടല്ലോ ചൗധരി മുകുൾ ചൗധരിനെ ഇറക്കുകയാണെങ്കിൽ കൂടി ഒരു 6 ഒക്കെ അടിക്കുമായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ ഓപ്പണറായിട്ട് ഇറങ്ങുന്നത് ബോൾഡായി. ഫസ്റ്റ് ബോളിന് ബോൾഡായി. പിന്നെ ഋഷഭ് പന്തിന് തന്നെ ഇറങ്ങാമായിരുന്നു. അവിടെ കൃത്യമായിട്ടൊരു പാളിച്ച വന്നു. പിന്നെ ഒരു കാരണവശാലും നിക്കോളാസ് പൂരൻ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഹിറ്ററും മറ്റുമൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം അവിടെ വന്ന സമയത്ത് ആക്ച്വലി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിക്കോളാസ് പൂരൻ്റെ കളി കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമ്മളിപ്പം വേഷം സിനിമയിൽ മമ്മൂട്ടി കാര്യമില്ലാതെ താനൂർ ചക്കൊക്കെ പറഞ്ഞല്ലോ. താനൂർക്ക് പോയപ്പോൾ ചക്കൊക്കെ തമ്പാനൂർക്ക് പോയി. അവിടെ നോക്കും മാവിലായിപ്പോയി. അവിടെ ചെന്ന് നോക്കും മാവിലാണ് ചക്കൊക്കെ കഴിക്കാമെന്ന് പറയുന്ന ലൈനിലാണ്. എന്താണ് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് ഇദ്ദേഹത്തിന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലാണ് നിക്കോളാസ് പൂരൻ കടന്നു പോകുന്നത്. അദ്ദേഹം ഫസ്റ്റ് പന്തിൽ തന്നെ ഔട്ടാവുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. റിങ്കു സിംഗ് വന്ന് പിന്നെ ബൗണ്ടറി അടിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ LSGക്ക് ഇപ്പൊ ഫ്രാഞ്ചൈസി ലീഗ് ഇല്ലാതായി കഴിഞ്ഞാൽ നിക്കോളാസ് പൂരന് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അതായത് ഈ ഷമീൻ ഇറങ്ങുകയാണെങ്കിൽ ഒരു 2 സിക്സെങ്കിലും എങ്ങനെയെങ്കിലും ഒരു 6 ഒക്കെ കണക്ട് ചെയ്യായിരുന്നു. അപ്പം ജയിക്കണമെന്നൊരു താല്പര്യമില്ലാത്ത 2 ടീമുകൾ. പക്ഷേ ഈ ടൂർണമെന്റിലെ ഏറ്റവും വാശിയേറിയ മത്സരവും അവിടെ നടന്നു എന്നുള്ളതാണ്. ഇതാണ് അടിവാരം ക്ലാസ്. ഇതാണ് ഈ മത്സരത്തിലെ ആകെ തുക. പക്ഷെ മൊത്തത്തിലൊരു കോമഡി ആയിരുന്നു. പിന്നെ ഈ വളരെ വിരസമായി പോയിരുന്ന മത്സരം പെട്ടെന്ന് ഹിറ്റായത് ആംഗ്രിഷ് രഘുവംശിയുടെ ഒരു ഒബ്സ്റ്റക്കിൾ ദ ഫീൽഡ്, അതിനെ തുടർന്നുള്ള വിക്കറ്റുകൾ, പിന്നെ അവർ തർക്കിക്കുന്നൊക്കെ ആയിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു അമ്പയർമാർക്കും അതിനെതിരെ വിമർശനം വരുന്നു. അമ്പയർമാർക്കും പറഞ്ഞ പോലെ ഡിമെറിറ്റ് സംഭവങ്ങൾ, അതായത് രഘുവംശിക്ക് വരും, ഹെൽമെറ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അതുപോലെ തന്നെ പുതിയ റൂൾ പ്രകാരം അമ്പയർമാർക്കും ഇത് വന്ന് അവരുടെ മത്സരം കുറയാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും ആ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ചൂട് പിടിച്ചത്. പന്ത് അങ്ങനെ അതിനുവേണ്ടി വാദിക്കണമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളും കാര്യമായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അതിനപ്പുറത്തേക്ക് എനിക്ക് തുടങ്ങാനുള്ളത് കാർത്തിക് ത്യാഗയിൽ നിന്നാണ്. കാരണം MSKൻ്റെ മാൻഡ്രൈക്കിസത്തിൻ്റെ അടുത്ത ഇര കാർത്തിക് ത്യാഗി ആവാനുള്ള വലിയ സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ആദ്യത്തെ മത്സരത്തിന് ശേഷം കാർത്തിക് ത്യാഗിയെ കുറിച്ച് ടാക്ടിക്സിൽ ഇരുന്ന് പറഞ്ഞതിന് പുറമെ അപ്പുറത്തോട്ടൊരു എക്സ്പ്ലെയിനറും ചെയ്തതിന് ശേഷം കാർത്തിക് ത്യാഗി ഇന്നലെ പക്ക മാൻഡ്രൈക്ക് ആവുന്നതാണ് നമ്മൾ കണ്ടത്. അതും 17 റൺസ്. ഷമിയൊക്കെ ക്രീസിൽ നിൽക്കുന്ന സമയത്ത് 17 റൺസ് കൊടുക്കുന്നു. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. ഈ മൂവരിൽ ആരാണ് മാൻഡ്രൈക്ക് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം കാർത്തിക് ത്യാഗി പ്രതിഭയുള്ള ബോളർ തന്നെയാണ്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല. പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിലെടുത്ത് പറയേണ്ടത് ഈ മുഹ്സിൻ ഖാനെ കുറിച്ച് നമ്മൾ എടുത്തു പറഞ്ഞാൽ മതിയാവും. കാരണം കളിയിലൊക്കെ തോറ്റെങ്കിലും അദ്ദേഹത്തിന് ഇമ്പാക്ട് സബ് ആകേണ്ടി വന്നതുകൊണ്ടാണ് പിന്നെ സൂപ്പർ ഓവറിലേക്ക് കിട്ടാതെ പോയത്. പിന്നെയാണ് അവർക്ക് പ്രിൻസ് യാദവ് നല്ല ബോളറൊക്കെ തന്നെയാണ്. പക്ഷേ ആകെ 1 റൺസ് വിജയലക്ഷ്യമുള്ള ആരെ കൊണ്ട് അറിയിച്ചാലും അവിടെ 1 റൺസ് എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ദിഗ്വേഷ് രാത്തിക്കെതിരെ റിങ്കു സിംഗ് ഇന്നലെ അവസാന ഓവറിൽ 4 സിക്സ് അടിക്കുന്നുണ്ട്. ദിഗ്വേഷ് രാത്തിയെ കഴിഞ്ഞ സീസൺ മുതൽ പിന്നെ മൊത്തത്തിൽ വിവാദ കഥാപാത്രമാണ്. ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഒരു സെലിബ്രേഷൻ കാണാൻ നമുക്ക് ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം ഒറ്റ വിക്കറ്റ് പോലും കിട്ടിയിട്ടില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് നമ്മൾ സെലിബ്രേഷൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ. വിവാദം വന്നില്ല. ശരിക്കും LSGയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കളിയാണിത്. എന്ന് പറഞ്ഞാൽ മുഹ്സിൻ ഖാൻ പിന്നെ നന്നായി പവർ പ്ലേയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹ്സിൻ ഖാൻ ഒരു 31-4 എന്ന നിലയിലേക്കൊക്കെ പിന്നെ കൊൽക്കത്തയെ കൊണ്ടെത്തിക്കുക. രഹാനെ വീണ്ടും പിന്നെ മൊത്തത്തിൽ രഹാനയ്ക്ക് പിടുത്തം കിട്ടാത്ത പോലെ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 5 ഇന്നിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കൊൽക്കത്തയുടെ ഓപ്പണിംഗ് സ്റ്റാൻഡ് 20-ന് മുകളിൽ പോയിട്ടില്ല എന്നാണ്. ഓപ്പണേഴ്സ് സീഫോർട്ടും രഹാനയും എല്ലാവരും പരാജയപ്പെടുന്നു. മുഹ്സിൻ ഖാൻ എടുത്ത വിക്കറ്റുകളൊക്കെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റുകളാണ്. റോമാൻ പവൽ, കാമറോൺ ഗ്രീൻ, സീഫേർട്ട്, രഹാനെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റുകളാണ് എടുക്കുന്നത്. ഒരു വിക്കറ്റ് മെയ്ഡിന് ഈ ടൂർണമെന്റിൽ മാത്രം 3 വിക്കറ്റ് മെയ്ഡിനുണ്ട് മുഹ്സിൻ ഖാന്റെ പേരിൽ. അതാണ്. അതായത് പിന്നെ ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ടീമിലേക്കുള്ള അടുത്ത കോൾ ഇതാ വന്നിരിക്കുന്നു മുഹ്സിൻ ഖാൻ. പല ആളുകളെ കുറിച്ച്, പല ബോർഡർ, അതും ബാറ്റർമാരെ കുറിച്ച് പോലും ഇല്ല, പല ബോർഡർമാരെ കുറിച്ചാണ്. അപ്പുറത്ത് നമ്മൾ
പ്രിയാൻചാരിയെക്കുറിച്ച്, പ്രഭ്സിമ്രാൻ സിംഗിനെ കുറിച്ച്, വൈഭവ് സൂര്യവംശിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് പിന്നെ സാക്കിബ് ഹുസൈനെ പോലെ ദയവേത് MSKന് മൂസിൻ ഖാനെ കുറിച്ച് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് അദ്ദേഹത്തെ കൂടെ സൈഡാക്കരുത് എന്നൊരു മൂസിൻ ഖാൻ വന്ന സമയത്ത് മികച്ച രീതിയിൽ പന്തെറിഞ്ഞു, ഇടയ്ക്ക് പരിക്കൊക്കെ വന്നിട്ട് സീസൺ മാറിയതാണ്. അതെ. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ മൂസിൻ ഖാൻ്റെ ഒരു പിന്നെ അഴിഞ്ഞാട്ടം കണ്ടൊരു മത്സരത്തിൽ പോലും റിങ്കു സിംഗ് അവസാന ഘട്ടത്തിൽ പിന്നെ കളി തിരികെ പിടിക്കുന്നു. പിന്നെ ഋഷഭ് പന്ത് കുറച്ചുകൂടി കരുതലോടെയാണ് ഇന്നലെ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ അവരൊരു 30 മുകളിൽ പവർ പ്ലേ കഴിയുന്ന സമയത്ത് 1 വിക്കറ്റേ പോയിട്ടുള്ളൂ, 10 ഓവർ കഴിയുന്ന സമയത്ത് അവർക്ക് 1 വിക്കറ്റേ പോയിട്ടുള്ളൂ. കളി കയ്യിൽ ഉണ്ടായിരിക്കെ തന്നെ അങ്ങനൊരു കളിയെ ശരിക്കും കൊണ്ട് വിട്ടുകളഞ്ഞാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ LSGക്ക് പ്രത്യേകിച്ച് ഈ മത്സരത്തിൽ വിജയിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ KKRന് ഓൾറെഡി അങ്ങനെ തന്നെയാണല്ലോ ഉള്ളത്. പിന്നെ സുനിൽ നരേനെ പോലെ, ഋഷഭ് പന്തിനെ പോലെ, അല്ല പിന്നെ റിങ്കു സിംഗിനെ പോലെ കുറച്ച് കളിക്കാർക്ക് അതിൽ വിജയിക്കാൻ ആഗ്രഹമുണ്ട്. അടുത്ത മത്സരങ്ങളിൽ പോലും ഈ വിജയം കൊണ്ട് ഇവർ തിരിച്ചെത്തുമോ എന്ന് പോലും നമുക്കങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഓപ്പണർമാരുടെ ഒക്കെ പ്രകടനങ്ങൾ നോക്കിയാൽ മതി. രഹാനയ്ക്കൊന്നും കളിക്കാൻ താല്പര്യമില്ലാത്ത പോലെയാണ്, രഹാനയ്ക്കൊന്നും ടീം ജയിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത പോലെയാണ്. അപ്പോൾ പിന്നെ ശരിക്കും മൊത്തത്തിൽ അവർ പുനരാലോചനകൾ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു. ഒരിക്കലും ഇതുപോലൊരു ആവേശ മത്സരം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, അങ്ങനൊരു ആവേശ മത്സരം ലഭിക്കുന്നു എന്നാണ്. റൈറ്റ്. അപ്പോൾ 3 പേര് എടുത്തു വരാണെന്ന് തോന്നുന്നു. റിങ്കു സിംഗ് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ കൊൽക്കത്ത 15 ഓവറിൽ രമൺദീപ് സിംഗ് കൂടി പോകുമ്പോൾ 93 റൺസ് മാത്രമാണ് കൊൽക്കത്തയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു 120 പോലും എത്തുമോ എന്നുള്ള സംശയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് റിങ്കും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന്, റിങ്കു ഫീൽഡ് മനസ്സിലാക്കി, പിച്ച് മനസ്സിലാക്കി കളിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. രാജസ്ഥാനെതിരെയും പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. പുള്ളിയുടെ ഇന്നിങ്സ് ക്രൂഷ്യലുമായിരുന്നു റിങ്കു സിംഗിൻ്റെ. ആ മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വരുന്നത്. ഇപ്പോൾ തിരിച്ച് ലക്നൌവിനെതിരെ വരുമ്പോഴും ആ രീതിയിൽ തന്നെയാണ്. പിന്നീടുള്ള ഓവറുകളിൽ പ്രത്യേകിച്ച് 20ാമത്തെ ഓവർ നമ്മൾ പറഞ്ഞു രാത്രിയെ 26 റൺസ് നോക്കിയേ. അതിന് തൊട്ട് മുമ്പ് 19ാമത്തെ ഓവറിൽ ഷമിയെ 17 റൺസ് അടിക്കുന്നുണ്ട്. അതെ, അവസാന 2 ഓവറിൽ 45 റൺസിനടുത്താണ് അടിക്കുന്നത്. അത് തന്നെയാണ് 150 അവർക്ക് കടത്താൻ സാധ്യതയായിരുന്നു. ആ 2 ഓവർ തന്നെയാണ് ഏറ്റവും ക്രൂഷ്യലായത്. പിച്ച് നമുക്കറിയാം, ഏകാന പിച്ച് ഒരു ഇത്രയും ദിവസങ്ങൾ, അതായത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ 7 സെഞ്ചുറികൾ പിറന്ന IPL-ലാണ് നമ്മൾ കണ്ടത്. അത് മാറി റോഡ് പിച്ച് നിന്ന് മാറി ഏകാന പിച്ച് വളരെ സ്പോർട്ടീവായ വിക്കറ്റാണ്. പേസർമാർക്ക് നല്ല ആനുകൂല്യം കിട്ടുന്ന പിച്ചാണ്. അപ്പോൾ അവിടെ ആ രീതിയിൽ കളിക്കണമായിരുന്നു, പിച്ച് മനസ്സിലാക്കി കൺട്രോൾ ചെയ്ത് കളിക്കണമായിരുന്നു. അങ്ങനെ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെയാണ് റിങ്കു കളിച്ചത്. ഡീപ്പിലേക്ക് മത്സരം കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ പിച്ചിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം. അവസാന നിമിഷം നോക്കി അടിക്കുക. കാമറൂൺ ഗ്രീൻ ഒന്നും ചെയ്യാതിരുന്നത് അതാണ്. റിങ്കു മത്സരം ഡീപ്പിലേക്ക് കൊണ്ടുപോയി അവസാന 2 ഓവറിൽ തൂക്കി അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ 150 മുകളിലേക്ക് ഒരു സ്കോർ വന്നു. ഒപ്പം ഫീൽഡിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ 5 ക്യാച്ചുകൾ, 5 നിർണായകമായ ക്യാച്ചുകൾ റിങ്കു പിടിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ സെഞ്ചുറികളും ക്യാച്ച് ഡ്രോപ്പുകളുമാണ് കുറച്ച് നാളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് 5 നല്ല ക്യാച്ചുകൾ പിടിച്ചുകൊണ്ട് റിങ്കു ഇതാവുന്നതും. ഒപ്പം തന്നെ സുനിൽ നരേനെ കുറിച്ചും നമ്മൾ പറയുന്നത് കൊൽക്കത്തയ്ക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം സാധാരണ ഈ മിസ്റ്ററി സ്പിന്നർമാർ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അജന്ത മെൻഡിസ്, നമ്മുടെ വരുൺ ചക്രവർത്തി ഉൾപ്പെടെ. അങ്ങനെ മിസ്റ്ററി സ്പിന്നർമാർ 1-2 വർഷം കൊണ്ട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്താണ് അദ്ദേഹം 15 വർഷമൊക്കെ ഈ ഒരു മിസ്റ്ററിയും വെച്ചുകൊണ്ട് പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. 200-ലേറെ IPL മത്സരം കളിച്ചിട്ടും 6-നടുത്ത് ഇക്കോണമി അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. ഇടക്കാലത്ത് ബാറ്റിങ്ങിൽ നന്നായിട്ട് അദ്ദേഹം കളിച്ചിരുന്നു. പിന്നെ വിരലിനേറ്റ പരിക്ക് കാരണം പിന്നെ അദ്ദേഹം ഇപ്പോൾ ടോപ്പ് ഓർഡറിൽ കളിക്കുന്നില്ല. ബോളർ മാത്രമായി നിർത്തിയാൽ തന്നെ മതി. അത്രമാത്രം ഗംഭീരമായിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മോസിൻ ഖാൻ അരിസക നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉറപ്പായിട്ടും ഇന്ത്യൻ ടീമിൽ നിർബന്ധമായിട്ടും വിളിക്കേണ്ട ഒരു താരം തന്നെയാണ് അദ്ദേഹം. 2022 IPL 6-ൽ താഴെ 14 വിക്കറ്റ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. 5.5 അദ്ദേഹത്തിൻ്റെ ഇക്കോണമി. 10-ൽ കൂടുതൽ വിക്കറ്റ് എടുത്ത IPL 10-ൽ കൂടുതൽ വിക്കറ്റ് എടുത്ത താരങ്ങളിൽ ബുംറയ്ക്കോ ഭുവനേശ്വർ കുമാറിനോ പോലും അവകാശപ്പെടാനില്ലാത്ത ഇക്കോണമി അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി. കഴിഞ്ഞ സീസണിൽ ത്രൂ ഔട്ട് അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. പക്ഷേ LSG അദ്ദേഹത്തെ ബാക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സാധാരണ ഒരു പ്ലെയർക്ക് ആ IPL സമയങ്ങളിലുള്ള ഇഞ്ചുറിയും മറ്റുമൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ. പക്ഷേ LSG അദ്ദേഹത്തെ ബാക്ക് ചെയ്ത് അദ്ദേഹത്തെ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ റിഹാബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം LSG ആണ് പണം മുടക്കിയിട്ടുള്ളത്. അവരത് പ്ലെയറെ ബാക്ക് ചെയ്തു. ആ പ്ലെയർ അത് കൃത്യമായിട്ട് ആ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി തിരിച്ചു കൊടുക്കുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടു. 4 മത്സരങ്ങളിൽ നിന്ന് 9 വിക്കറ്റ്, 6.5 മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇക്കോണമി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈഭവിനെയും സിഫട്ടിനെയും ഒക്കെ മെയ്ഡൻ വിക്കറ്റിൽ കൊടുക്കുക എന്ന് പറയുന്നൊരു അതിഗംഭീരമായ പ്രകടനം. അദ്ദേഹം നല്ല ഹൈറ്റുള്ള പ്ലെയറാണ്. ആ ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് കൊണ്ട് അദ്ദേഹത്തിന് നന്നായിട്ട് ബൗൺസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ബോള് ഇടംകയ്യൻ പേസറാണ്. അർഷ്ദീപ് സിംഗിനൊപ്പം തന്നെ നമുക്ക് വളരെ നന്നായിട്ട് നാഷണൽ ടീമിൽ ഉപയോഗിക്കാൻ കഴിയുന്നൊരു പ്ലെയറായിട്ട് മോസിൻ വളരെയാണ്. അദ്ദേഹത്തിന് ഉടൻ തന്നെ തീർച്ചയായിട്ടും ടീമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന് തന്നെയായിരിക്കും അദ്ദേഹം ഒരു അസറ്റായി മാറുക. പ്രത്യേകിച്ച് നമുക്ക് ഇടംകയ്യൻ പേസർമാർ അധികം ഇല്ല എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ ആലോചിക്കണം.
ഇതിൽ പിന്നെ രഘുവംശിയുടെ റണ്ണൗട്ടിനെ പറ്റി ജയേഷ് പറഞ്ഞിരുന്നു. എന്താ അതിൻ്റെ ഒരു നിങ്ങളൊരു കൺസെപ്റ്റ് എന്താണ്? അത് സത്യം പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്യുമ്പോഴാണ് അത് ഒബ്സ്ട്രക്കിൾ ഇൻ ദ ഫീൽഡ് ആവുന്നത്. അദ്ദേഹം നേരെ ഒരു സിംഗിളിന് വേണ്ടിയിട്ട് ഓടുന്നു, അപ്പുറത്ത് ക്യാമറോൺ ഗ്രീന് അത് നോക്കോൾ ചെയ്യുന്നു. അദ്ദേഹം തിരിച്ചോടാണ്, അദ്ദേഹം ബോൾ നോക്കിയിട്ടോ ബോളിൻ്റെ ദിശയിൽ വരുമെന്ന് കരുതിയിട്ടല്ല ഓടുന്നത്. അദ്ദേഹം നേരെ ഓടി. സാധാരണ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വിടേണ്ട കേസാണത്. ഇപ്പോൾ ഈ മങ്കാദിങ്ങൊക്കെ പോലെ തന്നെ ഇപ്പോൾ അത് ഔട്ടാക്കണ്ടേ എന്നൊക്കെയുള്ള രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ പന്ത് അത് വിക്കറ്റിന് വേണ്ടി അപ്പീൽ ചെയ്യുന്നു. പക്ഷെ അയാൾ തിരിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നോട്ടം ഈ എറിയുന്ന ആളുടെ അടുത്ത് തന്നെ ആയിരിക്കണം. അത് സ്വാഭാവികമായിട്ടും ബോൾ നോക്കുന്നതാണ്. അദ്ദേഹം മനഃപൂർവ്വം അതൊരു തടഞ്ഞ രീതിയിൽ ഇതിൽ ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ് ഔട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഒരു അനുമാനത്തിൽ ഔട്ട് തന്നെയാണത്. അതിൽ പിന്നെ ഇയാൾ അറിയാതെയാണോ മനഃപൂർവ്വമാണോ എന്നുള്ളതിനേക്കാൾ ഉപരി അങ്ങനെയുള്ള പിന്നെ ഈ വേളകളിലൊക്കെ അമ്പയർ ഔട്ട് കൊടുത്തിട്ടാണ് അതിൻ്റെ ഒരു ചരിത്രം ഉള്ളത്. ഇതിനു മുമ്പ് 2015 ജഡേജയുടെ ഉണ്ടായിരുന്നു. അതിലും ഇതാണ് ബെൻ സ്റ്റോക്സ് വേഴ്സസ് മിച്ചൽ സ്റ്റാർക്ക്. അത് മിച്ചൽ സ്റ്റാർക്ക് പന്തെറിയുന്നു, ബെൻ സ്റ്റോക്സ് ഫ്രണ്ടിലേക്ക് തന്നെ പിന്നെ അടിക്കുന്നു. മിച്ചൽ സ്റ്റാർക്ക് പന്തെടുത്ത് ഇദ്ദേഹത്തിൻ്റെ നേരെ എറിയണം. നേരെ എറിയുമ്പോൾ പുള്ളി ഇങ്ങനെ ക്രീസിലേക്ക് ഡൈവ് ചെയ്യുമ്പോൾ മുഖത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി കൈവച്ചപ്പം ഇതേപോലെ തന്നെ പിന്നെ ഓസ്ട്രേലിയൻ ഫീൽഡേഴ്സ് അപ്പീൽ ചെയ്യുന്നു, ബെൻ സ്റ്റോക്സ് ഔട്ടാവുന്നു. അപ്പോൾ അങ്ങനെ അതായത് ഇതിനകത്ത് പിന്നെ പന്ത് ഒബ്സ്ട്രക്റ്റിംഗ് ദ പന്ത് ഒരു കാരണവശാലും തുടരുത് എന്ന രയിലിൽ തന്നെയാണ് ഇതിൻ്റെ നിയമം തോന്നുന്നു. അതായത് ഇതിൽ തന്നെ രഘുവംശി പിന്നെ ഡൈവ് ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹം ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് എന്ന രീതിയിലായിരിക്കും അമ്പയർ അതിനെ കണ്ടിട്ടുണ്ടാവുക. ജഡേജയുടെ കേസിലും ജഡേജ ആ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുന്നത് ജഡേജ ഏതോ ഒരു ആംഗിളിൽ അത് കണ്ടിട്ടുണ്ട് എന്ന ലൈനിൽ തന്നെയാണ്. ബെൻ സ്റ്റോക്സിൻ്റെ ഇതിലും ബെൻ സ്റ്റോക്സ് മുഖത്ത് കൊള്ളുന്നത് തടയുന്ന റെയിലിനാണ് പിന്നെ അത് തടയുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ ഫീൽഡിൽ തടസ്സപ്പെടുത്തി എന്ന രീതിയിൽ അങ്ങനെയാണ് അതിനൊരു നിയമത്തിൻ്റെ വശം. പക്ഷേ പിന്നെ ഇതിൽ അപ് ടു എതിർ ടീമിൻ്റെ ക്യാപ്റ്റൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ അടുത്ത കാലത്തും ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ടും അങ്ങനെ വിളിക്കും. നമ്മൾ ആ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പലപ്പോഴും കാണാറില്ല. ഋഷഭ് പന്തിന് വിളിക്കാമായിരുന്നു, പക്ഷേ അദ്ദേഹം വിളിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സൂപ്പർ ഓവറുകളിലെ പെർഫോമൻസിനെ കുറിച്ചിങ്ങനെ ഈ സുനിൽ നാരായണനെ കുറിച്ച് പറഞ്ഞത് ഭയങ്കര സംബോധനയാണ്. കാരണം 6 to 7 ഇടയ്ക്കാണ് അദ്ദേഹം കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എക്കണോമി. കാരണം അത്രയും മനോഹരമായിട്ട് അദ്ദേഹം പന്തെറിയുന്നുണ്ട്. നിക്കോളാസ് പൂരനും ഇദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് സുനിൽ നാരായണനും ദേശീയ ടീമിൽ കളിക്കുന്നില്ല. അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 10 വർഷം മുമ്പേ ഞാനിനി കളിക്കുന്നില്ല എന്ന രീതിയിൽ പിന്നെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിനോട് പറഞ്ഞ് അദ്ദേഹം ഫ്രാഞ്ചൈസി ലീഗിൽ മാത്രം കളിക്കുന്ന താരമാണ്. പക്ഷേ സുനിൽ നാരായൺ അദ്ദേഹത്തിൻ്റെ ഫോം അങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട്. എല്ലാ ഫ്രാഞ്ചൈസി ലീഗിലും അദ്ദേഹം കളിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഈ ആ ഫോം ചെറിയ പ്രായത്തിലെ പിന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹം ആ ലൈനിൽ തന്നെ കളിക്കുന്നുണ്ട്. പല മത്സരങ്ങളിലും സൂപ്പർ ഓവറുകൾ എറിയാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ബാറ്റിംഗിലും ഒരുപാട് കാലം ഓപ്പണിംഗ് സ്ലോട്ടിൽ നിന്ന ഒരു കളിക്കാരനാണ്. അങ്ങനെ ബിഗ് ബാഷിലാവട്ടെ, അതുപോലെ IPL-ലാവട്ടെ, PSL-ലാവട്ടെ, എല്ലാ ലീഗിലും കളിച്ച് അത്രയും മാച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ നിക്കോളാസ് പൂരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് മാറി നിന്നതോടെ മറ്റ് ലീഗുകളിൽ ഏതൊക്കെയാണ് കളിക്കുന്നത് എന്നുള്ളതൊരു ചർച്ചാ വിഷയമായി മാറി. അതായത് അദ്ദേഹത്തിന് മാച്ച് എക്സ്പീരിയൻസ് കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. സൂപ്പർ ഓവറിൽ ഇതേ നിക്കോളാസ് പൂരനെ ഏതാണ്ട് 5 പ്രാവശ്യം അദ്ദേഹം സൂപ്പർ ഓവറിൽ പിന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. 5 പ്രാവശ്യം. അതായത് ആളുകൾ വിശ്വസിച്ച് അദ്ദേഹത്തെ 5 പ്രാവശ്യം ഇറക്കിയ സമയത്ത് ഒരു മത്സരത്തിൽ, അതായത് സുനിൽ നാരായൺ എറിഞ്ഞ ആ മേഡിൻ ഓവർ മത്സരത്തിൽ അദ്ദേഹം 5 പന്തിൽ 0 റൺസാണ്. പിന്നെ മറ്റൊരു മത്സരത്തിൽ അദ്ദേഹത്തെ ഇറക്കിയപ്പോൾ 1 പന്തിൽ 0, ഫസ്റ്റ് പന്തിൽ ഔട്ടാവുന്നു. പിന്നെയും 1 പന്തിൽ 0, പിന്നെയുള്ളത് 2 പന്തിൽ 1, അവസാനം ഇന്നലെ 1 പന്തിൽ 0. അതായത് സൂപ്പർ ഓവറിൽ അദ്ദേഹം 5 പ്രാവശ്യം ഓപ്പൺ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ 5 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് 1 റൺസാണ്. ബാക്കി എല്ലാ മത്സരത്തിലും 0ആണ്. അതായത് ഇതിനു മുമ്പ് 4 പ്രാവശ്യത്തെ ചരിത്രമുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ സൂപ്പർ ഓവറിൽ ഇറക്കി എന്നതും അതൊരു ഫ്ലോപ്പായി എന്നുള്ളതാണ് ചരിത്രം. ഇന്നലെ പോലും 12 പന്തിലാണ് 9 റൺസ്. മുകുൽ ചൗധരി ഇറക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇതിലും നന്നായിട്ട്. അതിൽ പ്രത്യേകത ഇപ്പോൾ അവിടെ അവരുടെ ഡഗ് ഔട്ടിൽ ജസ്റ്റിൻ ലാംഗർ ഉണ്ട്, കെയ്ൻ വില്യംസൺ ഉണ്ട്. ഇത്രയും അന്താരാഷ്ട്ര പരിചയമുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്നുള്ള ഫീൽഡിൽ നടക്കുന്ന മാറ്റമല്ല. ആലോചിച്ച് ചിന്തിച്ച് ആരെ ഇറക്കണം എന്നൊക്കെ ചിന്തിക്കാനും തീരുമാനം എടുക്കാനൊക്കെ ഒരുപാട് സമയമുണ്ട്. എന്നിട്ട് വീണ്ടും നിക്കോളാസിനെ തന്നെ ഇറക്കാൻ ഉണ്ടായ ഒരു സാഹചര്യമുണ്ടല്ലോ. ഇപ്പോൾ അതിനകത്ത് വില്യംസൺ ഇടപെടാലോ. അദ്ദേഹത്തിന് എത്ര മത്സരങ്ങളുടെ അന്താരാഷ്ട്ര പരിചയമുണ്ട്. പക്ഷേ വില്യംസൺ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വില്യംസണും ജസ്റ്റിൻ ലാംഗറൊക്കെ
മേ ബി ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ ഒരു അപ്രോച്ച് എന്നുള്ളത് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ വൺ ഡേ രീതിയിൽ ഒരു മാക്സിമം വൺ ഡേ വരെ നിൽക്കുന്ന അപ്രോച്ചാണ് മോഡേൺ ഡേ ക്രിക്കറ്റിൽ. അവർ കഴിഞ്ഞ കുറെ കാലമായി T20 ക്രിക്കറ്റ് എന്തായാലും ഒരുപാട് 2020 കാണുന്നില്ലേ? നമുക്ക് CSK കുറിച്ച് ചർച്ച ചെയ്യാം. വേണോ? അത് MSK കൊണ്ടില്ല. അത് ഇന്നലെ നേരത്തെ കഴിഞ്ഞ കളിയല്ലേ, അപ്പൊ നമ്മൾ എന്തിനാ ഇപ്പൊ ചർച്ച ചെയ്യുന്നു? കുഴപ്പമില്ല, പറയാം. CSK അടിവാരം എന്നൊക്കെ പറഞ്ഞു MSK ടീം എങ്ങോട്ടാ പോകുന്നത്? CSK സംബന്ധിച്ചിടത്തോളം CSK ഇപ്പോൾ ഏതാണ്ട് ചിത്രം വ്യക്തമാണ്. CSK ഒരു വൺ മാൻ ആർമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിത്രം. സഞ്ജു തിളങ്ങിയില്ലെങ്കിൽ CSK ജയിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെയുള്ളത് കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ 12 ഓവർ, അതായത് 12 ഓവർ, പിന്നെ 72 പന്തുകളിൽ ഒരു ഘട്ടത്തിൽ 50 പന്തുകളും ഡോട്ടായിരുന്നു. 50 പന്തുകൾ ഡോട്ട് ആയിട്ടുള്ള ഒരു ടീമിന് എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക? പിന്നെ ഋതുരാജ് ഗെയ്ക്വാദ് ഇന്നിങ്സിനെ 2 തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, തകർച്ചയിൽ നിന്നും രക്ഷകനായി നിന്നുകൊണ്ട് അവസാന ഓവർ വരെ എത്തിച്ച ഋതുരാജ് ഗെയ്ക്വാദ് എന്ന രീതിയിൽ അദ്ദേഹത്തെ കാണുന്നവരുണ്ടാകാം. പക്ഷേ ഒരു ഘട്ടത്തിൽ 35 പന്തിൽ 12 റൺസ് ഉണ്ടായിരുന്ന വിക്കറ്റുകൾ നമ്മൾ ഈ IPL തന്നെ ഒരുപാട് ആൾക്ക് വിക്കറ്റുകൾ പോകുമ്പോൾ 35 പന്തുകളിൽ പിന്നെ 12 റൺസ് എന്നുള്ളത് ആ ഒരു ഇക്വേഷൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം അവസാനത്തെ 6 ഓവറിൽ 84 റൺസാണ് CSK സ്കോർ ബോർഡിൽ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ സമയത്തെ ഏറ്റവും പ്രധാനം ഈ നിൽക്കുക എന്നുള്ള പരിപാടി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാൾ വിക്കറ്റ് പോകുമ്പോൾ ഒരാൾ അവിടെ നിൽക്കണം, അത് ഡോട്ടായിട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ അതിനെന്താണ്? അതല്ല, ബാറ്റിംഗ് സ്ട്രെങ്ത് അധികം ബാറ്റർമാരില്ലാത്ത ഒരു സമയത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ റൺ റേറ്റിനെ കാര്യമായിട്ട് ബാധിക്കുമെന്നുള്ള അല്പമെങ്കിലും കുറച്ച് കേരളത്തെ. പക്ഷെ ഒരു കാരണവശാലും അവസാന സമയം അല്ലെങ്കിൽ സിംഗിൾ എടുത്തിട്ട് അപ്പുറത്തേക്ക് സ്ട്രൈക്ക് കൈമാറും, അല്ലെങ്കിൽ ബൗണ്ടറികൾ നേടണം. അതായത് 35 പന്തിൽ ഒരു ഘട്ടത്തിൽ 12 റൺസ് എന്നുള്ള ഇക്വേഷൻ ഒരു കാരണവശാലും അത് നിൽക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു പ്രാവശ്യം പോലും പിന്നെ ഹോൾഡർ എറിഞ്ഞ പന്തുകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ എറിഞ്ഞ പന്തുകളിലോ ഒരു ഷോട്ടിൽ പോലും അദ്ദേഹം ശ്രമിക്കുന്നില്ല. അദ്ദേഹം അവിടെ പിന്നെന്താ പറയുക, നിൽക്കുക എന്നുള്ളതിന് പല ഡെഫിനിഷനും ഉണ്ട്. മറ്റ് ക്യാപ്റ്റന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്, മറ്റു പല താരങ്ങളും കണ്ടിട്ടുണ്ട്. അവർ ആ സമയത്ത് പിന്നെ റണ്ണ് മുംബൈയിൽ നിന്ന് പോയ പോലെ ഋതുരാജ് കാരണം ചെന്നൈയിൽ നിന്ന് പോകും. 35 പന്തിൽ 35 ഇക്വേഷൻ എങ്കിൽ ഓക്കെ, ഞാൻ അംഗീകരിക്കാം, അത് നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ അംഗീകരിക്കാം. പക്ഷെ 35 പന്തിൽ 12 എന്നുള്ളത്, അതായത് 3 ഇരട്ടിയെങ്കിലും കുറവ് എന്നുള്ളത് ഒരിക്കലും നിൽക്കുക എന്നുള്ളതല്ല, ടീമിനെ നെഗറ്റീവിലേക്കും ടീമിനെ പിന്നെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുന്ന ഒരു രീതിയായിരുന്നു. പിന്നെയുള്ളത് ഇവരുടെ പിന്നെ ഏറ്റവും പ്രധാന ഇമ്പാക്ട് പ്ലെയർ എന്ന രീതിയിൽ ചെന്നൈ എന്താണ് ചെയ്തിരിക്കുന്നത്? സർഫറാസിനെ കൊണ്ടുവന്നു. മുകേഷ് എന്നുള്ള സർഫറാസിനെ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ബാറ്റിംഗ് ആണെങ്കിൽ ആദ്യത്തെ 2 ഓവർ തന്നെ സർഫറാസ് അവിടെ വന്നു. അവർക്ക് അപ്പുറത്തൊരു ബോളിംഗ് ഓപ്ഷനാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ആദ്യം തന്നെ സർഫറാസിനെ പിന്നെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തണമായിരുന്നു. സർഫറാസിനെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ അപ്പുറത്ത് മുകേഷിനെ കൂടി പിന്നെ കളിപ്പിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളായി അല്ല, ഒരു ഋതുരാജ് എന്നുള്ള ക്യാപ്റ്റൻസി മാത്രമല്ല, അതേ ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിലും, അതായത് 60 പന്തിൽ 74 എന്ന് പറയുമ്പോൾ അത് ഒരാൾ അവിടെ പിടിച്ചു നിൽക്കുകയാണെന്നല്ല അതിനർത്ഥം. അയാളുടെ ടീമിലെ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിമർശനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധാലുവായിട്ട് കളിച്ചിട്ട് ഞാൻ ഇത്രയെങ്കിലും എടുത്തു എന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഒരു തകർച്ചയിൽ നിന്നും കരകയറ്റുകയല്ല. 60 പന്തിൽ ഒരു 90 എങ്കിലും എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു 30 റൺസെങ്കിലും അധികം എടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാമായിരുന്നു. കൃത്യമായിട്ടും ഒരു 30 റൺസ് ഇന്നലെ 30-40 റൺസ് CSKക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ പിച്ച് തുടക്കത്തിൽ കൃത്യമായിട്ടും പേസിനും ബൗൺസിനും അനുകൂലമായ പിച്ചായിരുന്നു. റബാദയുടെ പന്തുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പിച്ചിൽ പക്ഷേ വന്ന് ഇറങ്ങിയ ബാറ്റർമാരൊക്കെ മുറുവിൽ പട്ടേലൊക്കെ ഫസ്റ്റ് പന്തിൽ തന്നെ പിന്നെ കയറി അടിക്കുകയാണ്. സർഫറാസ് ഖാൻ പിന്നെ ഡെക്കിന് പുറത്താകുന്ന കണ്ട് ഇവരുടെയൊക്കെ അനാവശ്യമായ ഷോട്ടുകളായിരുന്നു. അതായത് 170-180 റൺസ് ഉണ്ടായിരുന്നൊരു പിച്ചിൽ ഇവരൊക്കെ ബാറ്റ് ചെയ്തത് 230-240 റൺസെങ്കിലും വേണം എന്നുള്ള ഒരു അഗ്രസീവ് സ്റ്റൈലിലായിരുന്നു. ആ ഒരു അഗ്രസീവ് സ്റ്റൈൽ തന്നെയാണ് ചെന്നൈക്ക് അടിയായത്. കാർത്തിക് ശർമ്മയുടെ ഒരു എടുത്തു പറയണത്, അദ്ദേഹത്തിന് ഒരു തരത്തിൽ പോലും ടച്ച് ചെയ്യാൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല, ബോൾ കണക്ട് ആവുന്നില്ല. ഇത്രയും വലിയ കോടി കൊടുത്ത ഒരു പ്ലെയർ ആണ് അദ്ദേഹം. ഈ
കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറും ഒക്കെ തന്നെ പിന്നെ ഇതിൽ നമ്മൾ പലതവണ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ അൺക്യാപ്ഡ് ആയിട്ടുള്ള താരങ്ങൾക്ക് ഒരുപാട്, ഇപ്പോൾ ഉദാഹരണത്തിന് സമീർ രശ്മി 8 കോടി കൊടുത്തിട്ട് CSK എടുത്ത സീസണിൽ അദ്ദേഹം എങ്ങനെയാണ് പിന്നെ പെർഫോം ചെയ്തത് എന്നൊക്കെ നമുക്കറിയാം. ഇപ്പം അദ്ദേഹം 1 കോടിക്ക് താഴെ 90 ലക്ഷമൊക്കെ ഗംഭീരമായിട്ട് കളിക്കുന്നത്. ഇപ്പോൾ നന്നായി ഗംഭീരമായി കളിക്കുന്നത്. അതുകൊണ്ട് കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറിനെയൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ അവരുടെ പ്രകടനങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനോ അതിനെക്കുറിച്ച് വിലയിരുത്താനോ ആയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ വെറുതെ ഒരു 14 കോടി കൊടുത്തിട്ട് ഇവരിങ്ങനെ റിക്രൂട്ട് ചെയ്തെടുക്കില്ലല്ലോ. അതിനേക്കാൾ ഇന്നലെ എടുത്ത് പറയേണ്ടത് കാർത്തിക് ശർമ്മ. അതിനേക്കാൾ എനിക്കെടുത്ത് പറയണമെന്ന് തോന്നുന്നത് ഈ പിച്ചിനെ ജഡ്ജ് ചെയ്യാൻ ശരിക്കും ഋതുരാജ് ഗെയ്ക്വാദിന് കഴിയാതെ പോയതോ. ചെപ്പോക്കിലെ പിച്ചിനെ കുറിച്ച് കളിക്ക് ശേഷം അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഈ പിച്ചിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നില്ല എന്നാണ്. കളിക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഈ പിന്നെ സർഫേസിൽ പിന്നെ ബാറ്റിംഗ് ആദ്യം ചെയ്താലും ഡിഫെൻഡ് ചെയ്യാൻ അത്ര പ്രയാസം ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു എന്ന് അദ്ദേഹം പറയുകയും, പക്ഷേ ഒട്ടും തന്നെ പേസിനെ വല്ലാതെ തുണയ്ക്കുന്ന ഒരു പിച്ചായത് മാറുകയും, കഗീസ് റബാഡയും സിറാജും ഇതിനു മുമ്പും പിന്നെ ഗുജറാത്തിന് വേണ്ടി പവർ പ്ലേയിൽ നന്നായി പെർഫോം ചെയ്യുന്ന നമ്മൾ ഇന്നലെ കാണുന്നുണ്ട്. ഇന്നലത്തെ ഏറ്റവും സഞ്ജു റബാഡയെ 2 4 അടിച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു സഞ്ജു ട്രാക്കിലാണെന്ന്. തൊട്ടടുത്ത ഓവറിൽ സഞ്ജുവിൻ്റെ അടക്കം 2 വിക്കറ്റ് എടുത്തിട്ടാണ് റബാഡ തിരിച്ചു വരുന്നത്. മുഹമ്മദ് സിറാജ് നന്നായി പന്തെറിയുന്നു. സോ പേസർമാരെ നന്നായി തുണയ്ക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് നല്ല റാഷിദ് ഖാൻ ആകെ ഒരൊറ്റ ഓവറാണ് കൊടുത്തിട്ടുള്ളത്. 21 റൺസ്. അതെ, ആ ഓവറിൽ 21 റൺസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ വേറെ സ്പിന്നർ കൂടെ പന്ത് കൊടുക്കുന്നുണ്ട്. അവൻ 3 ഓവറിൽ, അദ്ദേഹം 3 ഓവറിൽ 24 റൺസ് കൊടുത്തു. ഒരുപാട് വൈകിട്ടാണ് 15ാമത്തെ ഓവറിന് ശേഷം കൊടുത്തേക്കുന്നത്. കഗീസോ റബാഡയുടെ പന്തുകൾ ശരിക്കും ജഡ്ജ് ചെയ്യാൻ പറ്റാതെ മൊത്തത്തിൽ പതറിപ്പോകുന്ന ചെന്നൈയാണ് നമ്മൾ കണ്ടത്. അവിടെ എനിക്ക് MSKയുടെ അഭിപ്രായത്തോട് ഒരു യോജിപ്പില്ല എന്ന് തന്നെ ഞാൻ എടുത്ത് പറയുന്നു. കാരണം ഒരറ്റത്ത് വിക്കറ്റുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ, പവർ പ്ലേയിൽ തന്നെ സുപ്രധാന വിക്കറ്റുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പിന്നെ മൊത്തത്തിൽ തന്നെ സ്ക്വാഡിന് നമ്മൾ ഇതിന് മുമ്പ് തന്നെ വിലയിരുത്തുന്ന സമയത്ത് ടോപ്പ് ഓർഡറൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ചെന്നൈയുടെ ബാക്കി ബാറ്റ്സ്മാൻ ശിവൻ ദൂബെ നല്ല ഫോം ഔട്ടിൽ നിൽക്കുന്ന ഒരു സമയം. ഈ ഇന്നത്തെ മത്സരത്തിലും ഒരുപാട് ക്യാച്ചുകൾ ശിവൻ ദൂബയുടെ മിസ്സാകുന്നുണ്ട് ഗുജറാത്ത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് 17 ബോളിൽ 22 റൺസോ മറ്റോ എടുക്കാൻ കഴിഞ്ഞത്. അപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഓവർട്ടൺ വന്നിട്ട് പിന്നെ അടിക്കുന്നുണ്ട് അവസാനത്തെ ഓവറുകളിൽ. അപ്പോൾ ഓവർട്ടനെ കുറച്ചുകൂടി പിന്നെ ശിവൻ ദൂബയ്ക്ക് സബിന്റെ പ്രശ്നം മാറ്റാൻ ഈ ഓവേർട്ടിന് നേരത്തെ ഇറക്കാമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ഗെയ്ക്വാദ് ഒരു 4 മുതൽ 8 വരെയുള്ള ഓവറുകളിൽ ബൗണ്ടറികളേ ഇല്ല. നേരത്തെ പറഞ്ഞ പോലത്തെ ഡോട്ട് ബോളുകൾ കൊണ്ട് നിറഞ്ഞ, ഒരുപാട് ഡോട്ട് ബോളുകൾ കൊണ്ട് നിറഞ്ഞ ഇതൊരു പ്രശ്നമായിട്ട് ഞാൻ പറയുന്നത് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിന്നെ അവർക്ക് പിച്ചിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, സർഫേസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ നന്നായി പേസർമാർ പിന്നെ വിക്കറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു, ടോപ്പ് ഓർഡർ പൊളിഞ്ഞു കിടക്കുന്നു. അവിടെ ഋതുരാജ് ഗെയ്ക്വാദ് ചെയ്യേണ്ടത് ടീമിന് ഒരു 100+ കടത്താൻ. അദ്ദേഹം 150+ കടത്തിയിട്ടുണ്ട്. അവസാനം അർഷദ് ഖാൻ്റെയൊക്കെ ഓവറുകളിൽ അദ്ദേഹം ട്രാക്കിലാവുന്നുണ്ട്. 4 നിരന്തരം വരാത്ത ബോളുകളിൽ പോലും അദ്ദേഹം പിന്നെ അവസാന ഘട്ടത്തിൽ ഒരു 6 ഓവറിൽ 80 റൺസിലധികം സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ട് അത് ഋതുരാജ് ഗെയ്ക്വാദ് അവിടെ നിന്നതുകൊണ്ട് മാത്രമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടി വരിക. അപ്പുറത്തേക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് പിന്നെ അവർ കൃത്യമായി കൊണ്ട് സർഫേസിനെ നേരത്തെ തന്നെ മനസ്സിലാക്കുന്നു. ശുഭ്മാൻ ഗിൽ ആകെ എടുത്ത് പറയാനുള്ളത് ബ്രവിസിന്റെ ക്യാച്ചും സഞ്ജുവിൻ്റെ ആ സ്റ്റംപിങ്ങും മാത്രമാണ്. ബാക്കി പിന്നെ ഗുജറാത്തിൻ്റെ ഡോമിനൻസ് ആണ് നമ്മൾ കണ്ടത്. സായ് സുദർശൻ എഗെയിൻ പിന്നെ ഡെലിവർ ചെയ്യുന്നു, ജോസ് ബട്ട്ലർ ഡെലിവർ ചെയ്യുന്നു, ശുഭ്മാൻ ഗിൽ ഡെലിവർ ചെയ്യുന്നു. ആ മത്സരത്തിൽ ശരിക്കും അത് ആകെ ചെന്നൈക്ക് ഓർമ്മിക്കാൻ ബ്രവിസിന്റെ ക്യാച്ചും സഞ്ജുവിൻ്റെ അതും ഋതുരാജ് ഗെയ്ക്വാദിന്റെ ആ ഇന്നിങ്സ് ഓർക്കാൻ ഉണ്ട് എന്ന് തന്നെ. ഋതുരാജ് ഗെയ്ക്വാദിന്റെ ഇന്നിങ്സിന് വില കുറിച്ച് കാണിക്കില്ല. പക്ഷെ ഒരുപാട് ഡോട്ടുകൾ അവിടെ അദ്ദേഹത്തിന് ശരിക്കും ഒരു ബൗൺസറിൽ പരിക്ക് ഏൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഗിയർ മാറ്റുന്നത്. അത് ഷോട്ടുകൾ നമുക്ക് കണ്ടാൽ അറിയാം. അദ്ദേഹം അവിടെ ക്രീസിന്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ വിക്കറ്റിന്റെ തൊട്ടടുത്തോ അവിടെ മുട്ടി നിൽക്കുക എന്നുള്ളൊരു പരിപാടിയാണ് തുടക്കത്തിൽ ചെയ്തിരിക്കുന്നത്. അത് റണ്ണെടുക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ഹോൾഡറുടെ പന്തുകളൊക്കെ ഈ നോർമലി പിന്നെ നമുക്കറിയാം ഈ സഞ്ജുവിൻ്റെ ബാറ്റിങ്ങും ഋതുരാജിൻ്റെ ബാറ്റിങ്ങും കഴിഞ്ഞ മത്സരത്തിലെ ബാറ്റിങ്ങും കമ്പയർ ചെയ്യുകയാണെങ്കിൽ സഞ്ജു വരുന്ന പന്തുകൾ, പുൾ ഷോട്ട് ചെയ്യേണ്ട പന്തുകൾ കൃത്യമായും പുൾ ഷോട്ട് ചെയ്ത് അതിർത്തി വരെ കടത്തിയൊരു ഇന്നിങ്സ് ആയിരുന്നു കഴിഞ്ഞ ഇന്നിങ്സിൽ. ഇതേപോലെ തന്നെ ബാറ്റിംഗ് തകർച്ചയും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ പൊഴിയുന്ന സമയത്തും സഞ്ജു അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാം. ഋതുരാജിന് അത് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ചെയ്യേണ്ട ഷോട്ടുകളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം പുൾ ഷോട്ട് ചെയ്തിട്ടുണ്ട്. ഋതുരാജ് അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. മാറ്റം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ബാങ്കഡയിലെ ഒരു തുടക്കത്തിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ പിച്ച് ബാറ്റർക്ക് അനുകൂലമായിട്ട് കൃത്യമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തുടക്കത്തിലൊരു 10 ഓവറിന് ശേഷമുള്ള അല്ലെങ്കിൽ 8 ഓവറിന് ശേഷമുള്ള പിച്ച് എന്നുള്ളത് പഴയതുപോലെ ആയിരുന്നില്ല. അത് പുള്ള് ചെയ്യേണ്ട ഷോട്ടുകൾ അല്ലെങ്കിൽ തുടങ്ങിയ മാച്ചാണ്. വെയിലിന്റെ കാര്യങ്ങൾ, പിച്ച് ഡ്രൈ ആവുന്ന പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട്. അല്ല എന്ന് വെച്ചാൽ 35 പന്തിൽ 12 റൺ എന്നുള്ളത് ഒരു കാരണവശാലും ഒരു T20 മത്സരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഐ എം സോറി ആരിസ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒപ്പം തന്നെ സഞ്ജു ബാറ്റിംഗ് എല്ലാവരും പറയുന്ന പോലെ തന്നെ സഞ്ജു നൽകിയില്ലെങ്കിൽ ചെന്നൈ തോൽക്കുമെന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട്. പക്ഷേ ചെന്നൈ ഇപ്പോൾ കുറച്ചധികം മത്സരങ്ങളായിട്ട് തോൽക്കുന്നുണ്ട്. സഞ്ജുവിൻ്റെ സ്ഥിരതയും അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പിന്നെ അടിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് 50 അടിക്കുന്നുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് അദ്ദേഹം ഡെലിവർ ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ആ ടീമിലുണ്ട് എന്നുള്ളൊരു
പിന്നെ ടീമിന്റെ പ്രശ്നം കൂടിയാണ്. പിന്നെയുള്ള മറ്റൊരു കാര്യം, ധോണിയെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു അഭ്യൂഹങ്ങൾ ചെന്നൈ എത്രയും പെട്ടെന്ന് നിർത്തണം എന്നുള്ളത്. കാരണം ധോണി വരുമോ ഇല്ലയോ എന്നുള്ളൊരു രീതിയിൽ തീരുമാനം പറയണം. ആ അല്ലെങ്കിൽ ആ വിരമിക്കൽ പ്രഖ്യാപനങ്ങൾ നടത്തണം. അതെ, ഒന്നിലേക്ക് വിരമിക്കൽ പ്രഖ്യാപനം നടത്തണം. കുറച്ച് നെറ്റ്സിൽ വഷളായി ഭയങ്കര എന്നാണ് ഫോമാണ്. ഇതെല്ലാം എല്ലാ ദിവസവും ധോണിയെ കുറിച്ചുള്ള ആരോഗ്യ, ഓരോ മത്സരത്തിന് മുമ്പും ധോണി വരും എന്ന രീതിയിൽ ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ധോണി പിന്നെ എന്താ പറയുക, ഇതിനിടെ തന്നെ വിരമിച്ചോ അങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബ്രാൻഡുകളുടെ പരസ്യങ്ങളുടെ ആ ഒരു വരുമാനം പിന്നെ പോവും എന്ന രീതിയിൽ ധോണി ആ വിരമിക്കൽ പ്രഖ്യാപനം നടത്താത്തതാണ്. ധോണി നേരത്തെ വിരമിച്ചു, അതായത് ഒരു മാസം മുമ്പേ വിരമിച്ചു എന്ന തരത്തിലുള്ള പിന്നെ അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ധോണിയെക്കുറിച്ചുള്ള, ധോണി എപ്പോൾ കളിക്കും, അല്ലെങ്കിൽ ധോണി പ്ലേ ഇനി കളിക്കില്ലേ, ആ രീതിയിൽ ചെന്നൈ കൃത്യമായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ ആ അഭ്യൂഹങ്ങൾ മാറ്റണമെന്ന് തോന്നുന്നു. അല്ല ഹാരിസ്? തീർച്ചയായും. അതെ അത് പറഞ്ഞ പോലെ ആ ധോണി ഉണ്ടെന്ന് കരുതി ധോണിയെ കാണാൻ വേണ്ടി എവേ മത്സരങ്ങൾക്ക് വലിയ ആവേശത്തോടെ കയറി പോകുന്ന ആരാധകരെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടെങ്കിലും അത്തരത്തിലുള്ളൊരു ഔദ്യോഗികമായ പ്രഖ്യാപനം കളിക്കുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ടും പറയണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ RCB വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. ക്ലിയർ, ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊരു മാൻഡ്രേക്കാണല്ലോ. RCB ജയിക്കുന്നു മാത്രം നമുക്ക് പറയല്ലേ. RCB വേഴ്സസ് ഏതാ? ഡൽഹി ക്യാപിറ്റൽസ്. ഡൽഹി ക്യാപിറ്റൽസ്. ഞാൻ RCBക്കൊപ്പം നിൽക്കുന്നു. RCB വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. RCB തന്നെ ജയിക്കാനാണ് സാധ്യത. കാരണം അവർ ഒരു ടീമായിട്ട് നിൽക്കുകയാണ്. അവർ മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മികച്ച ഫോമിൽ നിൽക്കുന്ന ടീമാണ്. RCB ജയിക്കാനാണ് കൂടുതൽ സാധ്യത. ഡൽഹി പക്ഷേ ഒരു നല്ലൊരു പൊരുതൽ, കഴിഞ്ഞ മത്സരം അവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ആ കരുൺ നായരുടെ 2 ക്യാച്ചുകളാണ് അവർക്ക് വലിയ രീതിയിൽ വിനയായത്. അപ്പോൾ കരുൺ നായർ അടുത്ത മത്സരത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പം ഡൽഹിക്ക് പിന്നെ മാത്രമല്ല KL രാഹുൽ ഫോമിലേക്ക് എത്തി എന്നുള്ളത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. KL രാഹുൽ അദ്ദേഹത്തിൻ്റെ പഴയ ടീമിനെതിരെ, അദ്ദേഹം പിച്ച് വെച്ച് തുടങ്ങിയ ടീമിനെതിരെ കളിക്കുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഇപ്പുറത്ത് കഴിഞ്ഞ കുറച്ച് മത്സരം രജത് പട്ടീദാർ കുറച്ച് സ്ട്രഗിൾ അനുഭവിച്ചു. പക്ഷേ അതേസമയം തന്നെ അവിടെ അങ്ങനെ സ്ട്രഗിൾ അനുഭവിക്കുമ്പോൾ അപ്പുറത്ത് കൃണാൽ പാണ്ഡ്യ അടക്കമുള്ള ആളുകൾ ഫോമിലേക്ക് എത്തുന്നുള്ളൂ. ഇപ്പോൾ RCBയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ കളിക്കുന്ന ടീമാണ് RCB. തൊട്ടുമുമ്പ് ഒരു മത്സരത്തിൽ പരാജയപ്പെട്ട് വീണ്ടും പഴയ പടിയാകുമെന്ന് തോന്നിയെടുത്ത് ഗുജറാത്തിനെതിരായ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തന്നെ ഗംഭീരമായിട്ട് തിരിച്ചു വന്നു. അപ്പം തന്നെ ഡൽഹിയും RCBയും കളിക്കുമ്പോൾ കഴിഞ്ഞ സീസണിലെ മത്സരം MSK ഓർമ്മയുണ്ടാവും. അന്ന് KL രാഹുൽ തന്നെ ഒരു ഗംഭീര ഇന്നിങ്സ് കഴിച്ച ഒരു കാന്താര മോഡൽ സെലിബ്രേഷനൊക്കെ അദ്ദേഹം നടത്തിയൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും KL രാഹുൽ വേറൊരു എന്റെ മണ്ണാണ് അന്ന് പറഞ്ഞിരുന്നു. RCBയിലേക്ക് വരുമോ KL രാഹുൽ എന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരിൽ. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരു വിസിലടിച്ചുകൊണ്ടുള്ള സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സെലിബ്രേഷൻസിൽ രാഹുൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നുള്ളത് റീലുണ്ടാക്കുന്ന ആൾക്കാർക്ക്, റീലുകൾ ആഘോഷിക്കുന്നവർക്കൊരു ആഘോഷമായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ RCB തന്നെ വിജയിക്കുമെന്നുള്ളതാണ് നമ്മുടെ 3 പേരുടെയും തീർച്ചയായിട്ടും ഏകണ്ഠമായ അഭിപ്രായം. നിങ്ങളുടെ ആദ്യം പറഞ്ഞത് ഞാൻ വേറെ ടീമിന്റെ പേര് പറയുന്നു. തീർച്ചയായിട്ടും. അപ്പം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ഒരു മത്സരത്തെക്കുറിച്ചും ഒപ്പം തന്നെ ചെന്നൈയുടെ പ്രതീക്ഷകൾ, ധോണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടാക്ടീസ് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.